നമസ്കാരം. പ്രധാന വാർത്തകൾ. ജീവനെടുത്ത് വീണ്ടും റോഡിലെ കുഴികൾ. പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. പരുതൂർ സ്വദേശി സജീഷാണ് മരിച്ചത്. ചെറുപ്പശ്ശേരി ടൗണിലും സ്ഥിതി സമാനം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ യാത്ര ഭയാനകം. മണ്ണാർക്കാട്ടെ AIYF നേതാവ് ഷാഹിനയുടെ മരണം. ആരോപണ വിധേയനായ രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി CPI മണ്ഡലം സെക്രട്ടറി. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിക്കെതിരെ വ്യാപാരികൾ സമരത്തിലേക്ക്. തിങ്കളാഴ്ച കടകൾ അടച്ചു പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ. പോലീസ് നടപടി കൂടിയാലോചനകൾ നടത്താതെയെന്ന വ്യാപാരികൾ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിക്കും. അപകടാവസ്ഥയിലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് കെട്ടിടം പൊളിക്കുന്നത്. തീരുമാനമെടുത്ത് കൗൺസിൽ യോഗം. മയക്കുമരുന്നുമായി 3 അംഗ സംഘം കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ. കാറിലും ബൈക്കിലുമായി എത്തിയ സംഘമാണ് പിടിയിലായത്. വിശദമായ വാർത്തകളിലേക്ക്. ജീവനെടുത്ത് വീണ്ടും റോഡിലെ കുഴികൾ. പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരന് ബസ്സിനടിയിൽപ്പെട്ട് ദാരുണമായ അന്ത്യം. പരുതൂർ സ്വദേശിയും വിമുക്ത ഭടനുമായ സജീഷാണ് മരിച്ചത്. ശനിയാഴ്ച 3 മണിയോടെ മേലെപ്പട്ടാമ്പി കൽപ്പകയ്ക്ക് സമീപത്താണ് അപകടമുണ്ടായത്. പരുതൂർ മംഗലം പുറത്താട്ടിൽ 42-കാരനായ സജീഷാണ് മരിച്ചത്. സജീഷ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് റോഡിലെ കുഴിയിൽ വീഴുകയും തുടർന്ന് ഇതിലൂടെ വന്നിരുന്ന ബസ്സിനടിയിലേക്ക് തെറിക്കുകയുമായിരുന്നു. ബസിന്റെ പിൻവശത്തെ ടയറുകൾ ദേഹത്ത് കയറിയിറങ്ങി. ഗുരുതര പരിക്ക് പറ്റിയ സജീഷിനെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചു. പരുതൂർ പുറത്താട്ടിൽ ഗോപിനാഥൻ നായരുടെ മകനാണ് വിമുക്ത ഭടനായ സജീഷ്. മംഗലത്തെ പുതിയ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സാധനങ്ങൾ വാങ്ങാൻ പട്ടാമ്പിയിൽ എത്തിയതായിരുന്നു. ഇതിനിടെയാണ് അപകടം സംഭവിച്ചത്. രമ്യയാണ് ഭാര്യ. 2 മക്കളുണ്ട്. പട്ടാമ്പിയിൽ മാത്രമല്ല, ചെറുപ്പശ്ശേരി ടൗണിലും കുഴികളും ഗതാഗതക്കുരുക്കും കാരണം ആളുകൾ നട്ടം തിരിയുകയാണ്. എത്ര പറഞ്ഞിട്ടും അധികൃതർക്ക് അനക്കമില്ല. ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്തിരുന്നുവെങ്കിലും അതിൽ പറഞ്ഞ ഒരു കാര്യവും ഇതുവരെ ടൗണിൽ നടപ്പാക്കിയിട്ടില്ല. റോഡിലെ കുഴിയിൽപ്പെട്ട് ആളുകളുടെ ജീവൻ പൊലിയുമ്പോഴും അധികൃതർക്ക് അനക്കമില്ല. പട്ടാമ്പിയിലുണ്ടായ അപകടം ചെർപ്പളശ്ശേരിയിലും ആവർത്തിക്കാതിരിക്കട്ടെ. അത്രയ്ക്ക് ദുരിതമാണ് ഇപ്പോൾ നഗരത്തിലെത്തുന്ന യാത്രക്കാർ അനുഭവിക്കുന്നത്. റോഡ് പണിയുടെ പേര് പറഞ്ഞ് അധികൃതർ ഒഴിഞ്ഞു മാറുമ്പോൾ നഗരത്തിൽ മിക്ക സമയത്തും ഗതാഗതക്കുരുക്കാണ്. അയ്യപ്പൻകാവ് മുതൽ തുടങ്ങുന്ന കുണ്ടും കുഴിയും ചാടി നഗരം കടക്കുമ്പോഴേക്കും ആളുകളുടെ നട്ടെല്ലൊടിയും. മഴ പെയ്താൽ പറയുകയും വേണ്ട. ചെളി നിറഞ്ഞ പൂട്ടുകണ്ടം പോലെയാകും റോഡ്. നിരന്തരം വാർത്തകൾ നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ച മുമ്പ് ട്രാഫിക് കമ്മിറ്റി വിളിച്ചു ചേർത്ത് ചില തീരുമാനങ്ങൾ എടുത്തിരുന്നെങ്കിലും ഒന്നുപോലും നടപ്പാക്കിയിട്ടില്ല. ബസ് സ്റ്റാൻഡ് പരിസരത്തും പ്രധാന ജംഗ്ഷനുകളിലും ഒരു പോലീസുകാരനെയെങ്കിലും നിയോഗിച്ചാൽ കുരുക്കെങ്കിലും അഴിക്കാൻ കഴിയും. എന്നാൽ ഫലപ്രദമായ ഒരിടപെടൽ പോലീസും നടത്തുന്നില്ല. നാളെ നീളെ എന്ന് പറഞ്ഞ് നഗര നവീകരണ പ്രവൃത്തികൾ നീളുമ്പോൾ നാഥനില്ലാത്ത അവസ്ഥയിലേക്ക് നീങ്ങുകയാണ് നഗരം. പലപ്പോഴും നാട്ടുകാരും ടാക്സി ഓട്ടോ ഡ്രൈവർമാരുമെല്ലാം ഇറങ്ങിയാണ് ഗതാഗതക്കുരുക്ക് ഒഴിവാക്കുന്നത്. പണി നടക്കുന്നതിനനുസരിച്ച് കൃത്യമായ ഒരു ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്താത്തതാണ് യാത്രക്കാരെ വലയ്ക്കുന്നത്. അനധികൃത പാർക്കിംഗ് തടയുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ഒരിടപെടലും ഉണ്ടായിട്ടില്ല. ആരോട് പറയാൻ, ആര് ചോദിക്കാൻ എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ നഗരം. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുക, ആരോപണ വിധേയനായ രാഷ്ട്രീയ നേതാവ് സുരേഷ് കൈതച്ചിറയെ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച ഷാഹിനയുടെ കുടുംബം പോലീസ് സ്റ്റേഷന് മുമ്പിൽ ധർണ നടത്തി. തനിക്ക് മാനസിക രോഗമാണെന്ന CPI അസിസ്റ്റന്റ് സെക്രട്ടറിയുടെ പ്രസ്താവന കേസ് അട്ടിമറിക്കാനാണെന്ന് ഭർത്താവ് സാദിഖ്. ഷാഹിനയുടെ ഭർത്താവ് സാദിഖ്, മക്കൾ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് സ്റ്റേഷന് മുൻപിൽ ധർണ നടത്തിയത്. ഷാഹിനയെ മണ്ണാർക്കാട്ടെ വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. ഷാഹിനയുടെ മരണത്തിൽ AIYF നേതാവും ഷാഹിനയുടെ സുഹൃത്തുമായ സുരേഷ് കൈതച്ചിറയുടെ പങ്ക് അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട്
പോലീസിൽ നൽകിയ പരാതിയിൽ ഒരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ബന്ധുക്കൾ സ്റ്റേഷനു മുൻപിൽ ധർണ നടത്തിയത്. വീടും സ്ഥലവും വിറ്റ 12 ലക്ഷം രൂപയും വിവിധ വായ്പകൾ എടുത്ത തുകയും സുരേഷിന്റെ കച്ചവട സ്ഥാപനത്തിൽ പങ്കാളിത്തം വാഗ്ദാനം ചെയ്ത് സുരേഷ് തട്ടിയെടുത്തുവെന്ന് സാദിഖ് ആരോപിച്ചു. സുരേഷുമായുള്ള ബന്ധത്തെക്കുറിച്ച് CPI നേതാക്കളോട് പരാതി പറഞ്ഞെങ്കിലും ഒരു നടപടിയും ഉണ്ടായില്ല. തനിക്ക് മാനസിക രോഗമാണെന്ന CPI അസിസ്റ്റന്റ് സെക്രട്ടറി പൊറ്റശ്ശേരി മണികണ്ഠന്റെ പ്രസ്താവന കേസ് അട്ടിമറിച്ച് സുരേഷിനെ സംരക്ഷിക്കാനുള്ള നീക്കമാണെന്ന് സാദിഖ് പറഞ്ഞു. ഈ സാഹചര്യത്തിൽ സത്യം പുറത്തുകൊണ്ടുവരാൻ കേസ് ബ്രാഞ്ച് അന്വേഷിക്കണമെന്നും സാദിഖ് ആവശ്യപ്പെട്ടു. നമ്മളെ സുരേഷ് കൈതച്ചിറ എന്ന പ്രതി, ആ പ്രതിയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ഈ അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഇവിടെ പാർട്ടി കൂടിയ ഒരു യോഗത്തിൽ ഉള്ള മണികണ്ഠൻ എന്ന ജില്ലാ നേതാവ് എന്നെ പറ്റി പറഞ്ഞ ആ ഒരൊറ്റ വാചകം തന്നെ മതിയാവുന്നതാണ്. അയാൾ പറഞ്ഞത് ഇതിലെ ഷാഹിനയുടെ ഭർത്താവ് മാനസിക രോഗിയാണ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരാതിയാണ് അവിടെ ഉന്നയിച്ചത്. തീർച്ചയായിട്ടും ഞാനുമായി ഒരു ബന്ധവുമില്ലാത്ത ഒരാൾ എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഒരു ആരോപണം നടത്തുന്നത്? ആ സുരേഷ് കൈതച്ചിറയെ രക്ഷപ്പെടുത്തുവാൻ വേണ്ടി അവിടെ കൂടിയ ആളുകൾ പലരും സപ്പോർട്ടായി പറഞ്ഞത് 2 വർഷമായി ഈ സുരേഷ് കൈതച്ചിറ എന്ന പാർട്ടിയിലുള്ള ഒരു മുതിർന്ന നേതാവാണ് ഈ ഷാഹിനൊക്കെ അഭയം കൊടുക്കുന്നത് എന്നാണ്. പക്ഷെ അവസാനം സംഭവിച്ചത് അഭയം കൊടുത്ത് മരണത്തിലേക്ക് തള്ളിയിടുകയായിരുന്നു, ഒരു കൊലപാതകത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഈ സുരേഷ് കൈതച്ചിറ എന്ന വ്യക്തി. ഇത് വഴിതിരിച്ചു വിടാനുള്ള ഒരു ശ്രമം, ഇത് മുകളിൽ നിന്നുള്ള ഒരു പ്രഷർ ഇവിടെയുള്ള സ്റ്റേഷനിലുള്ള ഇത് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥർക്കും എല്ലാവർക്കും ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇതിന്റെ സത്യസന്ധമായ പ്രതിയെ പിടിക്കണമെങ്കിൽ, ആ വ്യക്തിയെ ജനങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരണമെങ്കിൽ തീർച്ചയായിട്ടും ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് കണ്ടെത്തണമെന്നൊരു ആവശ്യമാണ്. സാദിഖിന്റെ 2 മക്കളും അടുത്ത ബന്ധുക്കളും നാട്ടുകാരും ധർണയിൽ പങ്കെടുത്തു. AIYF നേതാവ് ഷാഹിന മണ്ണാർക്കാടിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി CPI മണ്ഡലം സെക്രട്ടറി A അസീസ് പറഞ്ഞു. പാർട്ടി ആരെയും സംരക്ഷിക്കില്ലെന്നും അന്വേഷണത്തിന് വേണ്ട സഹായം ചെയ്യുമെന്നും അസീസ് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. സഖാവ് ഷാഹിനയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഏത് അന്വേഷണവും CPI സ്വാഗതം ചെയ്യും. അതേപോലെ അന്വേഷണത്തിന് എല്ലാവിധ സഹായവും ആർക്ക് വേണമെങ്കിലും, പോലീസിന് വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും ആ സഹായം നൽകാൻ CPI തയ്യാറാണ്. ഒരാളെയും ഈ കാര്യത്തിൽ സഹായിക്കാൻ പാർട്ടി തയ്യാറായിട്ടുമില്ല, ഒരു സ്വാധീനവും പോലീസിൻ്റെ മേൽ ചെലുത്തിയിട്ടുമില്ല. CPI എന്ന നിലയ്ക്ക് ഏത് അന്വേഷണത്തിനും നമ്മളെതിരല്ല, ഏത് അന്വേഷണവും പാർട്ടി സ്വാഗതം ചെയ്യുന്നു. പട്ടാമ്പിയിലെ പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള പോലീസ് നടപടിക്കെതിരെ പ്രത്യക്ഷ സമരത്തിനൊരുങ്ങി വ്യാപാരികൾ. തിങ്കളാഴ്ച കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ ഭാരവാഹികൾ പട്ടാമ്പിയിൽ വിളിച്ചു ചേർത്ത വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പട്ടാമ്പിയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം തേടിയാണ് പോലീസ് പാർക്കിങ്ങുമായി ബന്ധപ്പെട്ടുള്ള നടപടികളുമായി രംഗത്തെത്തിയത്. എന്നാൽ പോലീസിന്റെ നടപടി വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഒരുപോലെ വലയ്ക്കുന്നതാണെന്ന് ചൂണ്ടിക്കാണിച്ചാണ് വ്യാപാരികൾ സമരം പ്രഖ്യാപിച്ചത്. ടൗണിൽ എവിടെ വാഹനം നിർത്തിയാലും പിഴ ഈടാക്കുന്ന സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നതെന്നാണ് വ്യാപാരികളുടെ ആക്ഷേപം. ഇതിനെതിരെയാണ് ഇപ്പോൾ പ്രത്യക്ഷ സമര പരിപാടികൾക്ക് വ്യാപാരികൾ രൂപം നൽകിയിരിക്കുന്നത്. തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 12 മണിവരെ കടകളടച്ച് പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ പ്രതിനിധികൾ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതിനു മുന്നേ ഞങ്ങളൊരു വിശദമായ പത്രസമ്മേളനം നടത്തിയിട്ടുണ്ടായിരുന്നു പട്ടാമ്പി ടൗണിലെ പാർക്കുമായി ബന്ധപ്പെട്ട്. അതിന്റെ മുന്നേ ഞങ്ങൾ അതിനുശേഷം തന്നെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് വളരെ രേഖാമൂലം നേരിട്ടും പല രീതിയിലും ഞാൻ ഇന്ന് വരെ കാണേണ്ടവരെ പറഞ്ഞതാണ്. അത് ഈ ചാർജ് ചെയ്യുന്നതിന് പിന്നോട്ട് പോകാനുള്ള ശേഷം പട്ടാമ്പി പോലീസിനില്ല. ഞങ്ങൾക്ക് മനസ്സിലായത് ഒരു പ്രതികാര നടപടിയാണോ ഓണം പട്ടാമ്പി പോലീസ് ഈ രൂപത്തിലാണ് മെനക്കെടുന്നെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട്, പട്ടാമ്പിയിലെ പൂർണ്ണമായി ഞങ്ങൾ കടകൾ അടച്ചിട്ടുകൊണ്ട് ഒരു പ്രതിഷേധ ധർണ നടത്താൻ വേണ്ടി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഈ വരുന്ന തിങ്കളാഴ്ച 12 മണി വരെ ഞങ്ങളുടെ പട്ടാമ്പി മേലോട്ടാമ്പിയിലെ ജോസ് ഡോക്ടർ പരിസരത്ത് വെച്ചിട്ട് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികൾ പങ്കെടുത്തുള്ള ഒരു പ്രതിഷേധ ധർണയാണ് നടക്കുന്നത്. ആ ധർണയിലേക്ക് പട്ടാമ്പിയിലെ മുഴുവൻ വ്യാപാരികളെയും പൊതുജനങ്ങളെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ്. ഈ രൂപത്തിലാണ് പട്ടാമ്പിയുടെ പോലീസും പോകുന്നതെങ്കിൽ പട്ടാമ്പിയുടെ സ്ഥാപനങ്ങൾ അടച്ചുകൊണ്ട് ഞങ്ങൾക്ക് വീട്ടിലിരിക്കേണ്ട അവസ്ഥയിലേക്ക് വരും. കൂടിയാലോചനകൾ നടത്താതെയാണ് പോലീസ് നടപടിയെന്നും പരിഹാരമുണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുമെന്നും ഇവർ പറഞ്ഞു. കൂട്ടായ്മ പ്രതിനിധികളായ KP കമാൽ, സന്തോഷ്, അഷ്റഫ് അലി, സുധാകരൻ, സിദ്ദീഖ് പത്രാസ് തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു.
മയക്കുമരുന്ന് വിൽപ്പന നടത്തുന്ന സംഘത്തിലെ 3 യുവാക്കളെ പെരിന്തൽമണ്ണ കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. കാറിലും ബൈക്കിലുമായി എത്തിയ പുത്തനങ്ങാടി മഞ്ചേരി സ്വദേശികളായ 3 പേരിൽ നിന്നും 5.820 ഗ്രാം MDMA ലഹരി മരുന്നും പിടികൂടി. ലഹരി കേസിൽ മുമ്പും പ്രതികളായവരാണ് ഇവർ. രാത്രി സമയങ്ങളിൽ ആളൊഴിഞ്ഞ പ്രദേശങ്ങളിൽ സിന്തറ്റിക് ലഹരി മരുന്നുകൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഘത്തിലെ 3 പേരെയാണ് കൊളത്തൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇത്തരം സ്ഥലങ്ങളിൽ പോലീസ് നിരീക്ഷണവും രാത്രി സമയ പട്രോളിംഗും ശക്തമാക്കിയിരുന്നു. തുടർന്നാണ് പുഴക്കാട്ടി മണ്ണുംകുളം കേന്ദ്രീകരിച്ച് സിന്തറ്റിക് ലഹരി മരുന്ന് വിൽപ്പന നടത്തുകയും ഉപയോഗിക്കുകയും ചെയ്യുന്ന സംഘത്തിലെ മുഖ്യ കണ്ണികളെ പോലീസ് പിടികൂടിയത്. അങ്ങാടിപ്പുറം പുത്തനങ്ങാടി സ്വദേശികളായ ചോരിക്കാവുങ്ങൽ ഷെബിൻ വർഗീസ്, ചള്ളപ്പുറത്ത് മുഹമ്മദ് റിൻഷാദ്, മഞ്ചേരി പാപ്പിനിപ്പാറ സ്വദേശി പുത്തൻ വീട്ടിൽ അബ്ദുൾ വദൂദ് എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇവരിൽ നിന്നും 5.820 ഗ്രാം സിന്തറ്റിക് ലഹരി മരുന്ന് കണ്ടെടുത്തു. പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം, കൊളത്തൂർ ഇൻസ്പെക്ടർ സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഘം കഴിഞ്ഞ ദിവസം രാത്രിയാണ് ഇവരെ പിടികൂടിയത്. ഇത്തരം സംഘങ്ങളെ വലയിലാക്കാൻ അന്വേഷണം ശക്തമാക്കുമെന്ന് പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം അറിയിച്ചു. കൊളത്തൂർ സബ് ഇൻസ്പെക്ടർ രാജേഷ്, CPOമാരായ അഭിജിത്ത്, നിതിൻ, സഫർ അലിഖാൻ എന്നിവരും ജില്ലാ ആന്റി നാർക്കോട്ടിക് സ്ക്വാഡും പരിശോധന സംഘത്തിലുണ്ടായിരുന്നു. ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം അപകടാവസ്ഥയിലാണെന്ന റിപ്പോർട്ടിനെ തുടർന്ന് ഒടുവിൽ പൊളിച്ചു നീക്കുന്നു. നഗരഹൃദയത്തിലുള്ള 3 നില കെട്ടിടമാണ് പൊളിച്ചു നീക്കാൻ വേണ്ടി നഗരസഭാ കൗൺസിൽ യോഗത്തിൽ തീരുമാനമായത്. 5 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള ഒറ്റപ്പാലം നഗരസഭാ ബസ് സ്റ്റാൻഡ് കെട്ടിടം ഒടുവിൽ പൊളിച്ചു നീക്കാൻ തീരുമാനം. കെട്ടിടം ജീർണാവസ്ഥയിലാണെന്നും ഉപയോഗയോഗ്യമല്ലെന്നുമുള്ള റിപ്പോർട്ടിനെ തുടർന്നാണ് പൊളിച്ചു നീക്കുന്നത്. ഇതിനു മുമ്പ് അടിയന്തരമായി കെട്ടിടത്തിലെ വ്യാപാരികൾക്ക് നോട്ടീസ് നൽകുന്നതിന് നഗരസഭ തീരുമാനിച്ചു. 30 ദിവസത്തിനുള്ളിൽ ഒഴിയണമെന്നാവശ്യപ്പെട്ടായിരിക്കും നോട്ടീസ് നൽകുക എന്ന് നഗരസഭാ അധികൃതർ അറിയിച്ചു. ഇതിനുശേഷം പൊളിക്കൽ നടപടികളിലേക്ക് കടക്കും. വ്യാപാരികളുമായി സംസാരിച്ച് പഴയ കെട്ടിടത്തിലെ വ്യാപാരികളെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റുന്ന കാര്യവും പരിഗണിക്കുന്നുണ്ട്. ഇതേ ഡെപ്പോസിറ്റിൽ നിലവിലുള്ള വാടകയിൽ തന്നെ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റാനുള്ള നടപടികളാകും സ്വീകരിക്കുക. വ്യാപാരികളുമായി ചർച്ച നടത്തിയാകും തീരുമാനം. പ്രധാന പാതയോരത്തുള്ള കെട്ടിടം അപകടാവസ്ഥയിലാണെന്നും ഉപയോഗയോഗ്യമല്ലെന്നും തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ വിദഗ്ധ സംഘമാണ് റിപ്പോർട്ട് നൽകിയിരുന്നത്. ബലക്ഷയത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയതിന് പിന്നാലെ നഗരസഭയുടെ നിർദ്ദേശപ്രകാരമായിരുന്നു സംഘം പരിശോധന നടത്തിയിരുന്നത്. 20ഓളം സ്ഥാപനങ്ങളാണ് നിലവിൽ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നത്. ഇടവേള. വാർത്തകൾ തുടരുന്നു. വെള്ളിനടിയിൽ കനാലിൽ മാലിന്യ നിക്ഷേപം. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് കനാലിൽ തള്ളിയത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്ഥലം സന്ദർശിച്ചു. ഇത് സംബന്ധിച്ച് ശക്തമായ നടപടികളുണ്ടാകുമെന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു. 20 ചാക്കോളം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങളാണ് വെള്ളിനഴിയിൽ കനാലിൽ തള്ളിയ നിലയിൽ കണ്ടത്. പഞ്ചായത്ത് അധികൃതരും ആരോഗ്യ വിഭാഗവും സ്ഥലം സന്ദർശിച്ചു. ഇതിനു മുമ്പും ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ടെന്നും എന്നാൽ അവയിൽ പലതും പിടിക്കപ്പെട്ടതായും നടപടികൾ സ്വീകരിച്ചതായും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽകുമാർ പറഞ്ഞു. മാലിന്യത്തിൽ നിന്നും ചില അഡ്രസ് കിട്ടിയിട്ടുണ്ട്. ഇത് പരിശോധിച്ച ശക്തമായ നടപടികൾ പഞ്ചായത്ത് ഭരണസമിതി സ്വീകരിക്കുമെന്ന് അനിൽകുമാർ പറഞ്ഞു. കനാലിലേക്ക് 10-20ഓളം ചാക്ക് വേസ്റ്റ് കൊണ്ടുവന്ന് തട്ടിയിരിക്കുകയാണ്. ഇന്നലെ രാത്രിയാണ് കൊണ്ടുവന്ന് തട്ടിയെന്നാണ് ഞങ്ങളുടെ ഒരു ധാരണ. ഇതിനു മുമ്പും പഞ്ചായത്തിലെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടി കണ്ടെത്തിയിട്ടുമുണ്ട്, അത് പിടിച്ചിട്ടുമുണ്ട്. അത് കൊണ്ടുവന്നിട്ട പ്ലാസ്റ്റിക് ചാക്കുകൾ കൊട്ടിത്തരഞ്ഞപ്പോൾ അതിന് അഡ്രസ്സ് കിട്ടുന്ന ഒരു സംവിധാനമാണ് കഴിഞ്ഞ കാലങ്ങളിലുണ്ടായത്. ഇത്തവണയും ചെപ്പശ്ശേരി ഒരു ബാങ്കിൻ്റെ ഡെയിലി ഡെപ്പോസിറ്റിൻ്റെ ബുക്കിൽ അഡ്രസ്സാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇത് ഒരു പരിധിവരെ വെള്ളിനേഴി പഞ്ചായത്തിൻ്റെ പ്രദേശങ്ങളിൽ വെള്ളിനേഴിയിലും തിരുവാഴിയോടൊക്കെ കൊണ്ടുവന്ന് തള്ളുന്നത് ഇത്തരത്തിലുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് കേസുകൾ ഇതിൻ്റെ പേരിൽ സ്ഥാപനങ്ങൾക്കെതിരെയും വ്യക്തികൾക്കെതിരെയും ഇന്ന് നിലനിൽക്കുകയാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും പൊതുജന ആരോഗ്യ നിയമപ്രകാരവും കേരള പഞ്ചായത്ത് രാജ് ആക്ട് പ്രകാരവും ഇത് തട്ടിയ ആളുകളെ കണ്ടെത്തി CCTV ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിച്ച് അതിന് വേണ്ട നിയമ നടപടി പഞ്ചായത്ത് ഭരണസമിതി അതിന് നേതൃത്വം കൊടുക്കും, നിയമ നടപടി സ്വീകരിക്കും എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത്. പഞ്ചായത്ത് അധികൃതരും ഹരിതകർമ്മസേനയും ആശാവർക്കർമാരും ചേർന്ന് മാലിന്യം കനാലിൽ നിന്നും നീക്കം ചെയ്തു.
സംഭവത്തെക്കുറിച്ച് വിശദമായി അന്വേഷിച്ച് നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്ന് വാർഡ് മെമ്പർ പി ഗീതയും പറഞ്ഞു. ഒരു 10-20 ചാക്ക് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ടുവന്നിട്ട് ഇന്ന് രാവിലെയാണ് കണ്ടത്. കുറേ ചാക്കുകൾ കനാലിലേക്ക് പോയിരുന്നു, പിന്നെ കുറേ എണ്ണം മേലെയും കടന്നിരുന്നു. അപ്പോൾ ഞാനും പിന്നെ ആശാവർക്കർ, അതുപോലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, പഞ്ചായത്തിൻ്റെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അനിൽ മെമ്പർ, അതുപോലെ തന്നെ HI വിശ്വനാഥൻ സാറ് എല്ലാവരും ചേർന്ന് ചാക്കുകൾ കനാലിൽ നിന്ന് മേലേക്ക് എടുത്തിട്ട് ഞങ്ങൾ പരിശോധിച്ചു. അപ്പോൾ അതിനൊരു അഡ്രസ്സ് കിട്ടിയിട്ടുണ്ട്. അത് ആ അഡ്രസ്സിലുള്ള ആരായാലും അതിനുള്ള നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്നാണ് പറയുന്നത്. ഹെൽത്ത് ഇൻസ്പെക്ടർ വിശ്വനാഥൻ, ആശാവർക്കർ ഷീജ എന്നിവരും സ്ഥലം സന്ദർശിച്ചു. ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി നിറവിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ രജത ജൂബിലി ആഘോഷിക്കും. സ്വാഗത സംഘ രൂപീകരണ യോഗം ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു. രജത ജൂബിലി ആഘോഷത്തിന്റെ ലോഗോ പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക നിർവഹിച്ചു. കമ്പ്യൂട്ടർ സയൻസ് 4ാം വർഷ വിദ്യാർത്ഥി മുഹമ്മദ് അലിയാണ് ലോഗോ തയ്യാറാക്കിയത്. ഇവിടുത്തെ കുട്ടികളൊക്കെ വേറെ ജില്ലകളിൽ പോയി പഠിക്കേണ്ട സാഹചര്യമായിരുന്നു. ഇപ്പോൾ നമ്മുടെ കുട്ടികളെ ഇപ്പോൾ അമലായാലും ഇവിടുത്തെ കുറേ കുട്ടികൾ നമ്മുടെ സ്വന്തം നാട്ടിലെ ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുക എന്ന അഭിമാനത്തോടെ രക്ഷിതാക്കൾക്ക് പറയുന്നതിനും പൊതുപ്രവർത്തകരായ എല്ലാവർക്കും ഇത്തരമൊരു വിദ്യാഭ്യാസ സ്ഥാപനം നിലനിന്ന് പോകുക എന്ന് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ്. അതിന് ഇവിടുത്തെ പൂർവികരായ കാരണം ഭരണസമിതി അംഗങ്ങൾ മുന്നത്തൊക്കെ ഏറ്റവും നല്ല രീതിയിൽ, കാരണം CNന്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് അത്ര വലുതാണ്. ഓഡിറ്റോറിയം നിർമ്മാണം, സെമിനാറുകൾ, പൂർവ്വ വിദ്യാർത്ഥി സംഗമം, സ്മരണിക തയ്യാറാക്കൽ, PTIയുടെ നേതൃത്വത്തിൽ കോളേജ് സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയാണ് പ്രധാന പരിപാടികൾ. സി ഹരിദാസൻ അധ്യക്ഷനായി. VN കൃഷ്ണൻ, KK ലിനി, CL സത്യൻ, ശ്രീകാന്ത് എന്നിവർ സംസാരിച്ചു. K പ്രേംകുമാർ MLA ചെയർമാനും, K സലീഖ, P അരവിന്ദാക്ഷൻ, PTA വൈസ് പ്രസിഡന്റ് SR ഹബീബുള്ള എന്നിവർ വൈസ് ചെയർമാൻമാരും, പ്രിൻസിപ്പൽ ഡോക്ടർ K മീനാക്ഷി ജനറൽ കൺവീനറും, മന്ത്രിമാരായ R ബിന്ദു, MB രാജേഷ്, K കൃഷ്ണൻകുട്ടി, VK ശ്രീകണ്ഠൻ MP എന്നിവർ രക്ഷാധികാരികളുമായുള്ള സ്വാഗത സംഘം കമ്മിറ്റിക്കും രൂപം നൽകി. 1999 ശ്രീകൃഷ്ണപുരത്ത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തുടങ്ങിയത്. വയനാടിന് കൈത്താങ്ങായി ഒറ്റപ്പാലത്ത് ഓട്ടോ തൊഴിലാളികളും. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിയുടെ കീഴിലുള്ള 26 ഓട്ടോകളുടെ ഒരു ദിവസത്തെ വരുമാനം CMDRFിലേക്ക് നൽകുന്നത്. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഉദ്യമത്തിന് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ CITU ഒറ്റപ്പാലം മുനിസിപ്പൽ കമ്മിറ്റിക്ക് കീഴിലെ ഓട്ടോ തൊഴിലാളികളാണ് വയനാടിനു വേണ്ടി കൈകോർക്കുന്നത്. കമ്മിറ്റിക്ക് കീഴിലെ 26 ഓട്ടോകളുടെ ശനിയാഴ്ച ദിവസത്തെ വരുമാനമാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകുന്നത്. CPM ഏരിയ സെക്രട്ടറി S കൃഷ്ണദാസ് ഫ്ലാഗ് ഓഫ് ചെയ്ത് ഉദ്യമത്തിന് തുടക്കം കുറിച്ചു. CIT പ്രസ്ഥാനം, വിവിധ യൂണിയനുകൾ അതിനനുസരിച്ചുകൊണ്ടുള്ള സഹായങ്ങളാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയനും സംസ്ഥാനത്താകെ വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് സഹായിക്കുന്നതിന് വേണ്ടി തീരുമാനമെടുത്തതിൻ്റെ ഭാഗമായിട്ട് തന്നെ വളരെ മാതൃകാപരമായ രീതിയിലുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ ഒറ്റപ്പാലം ഓട്ടോ ടാക്സി ഡ്രൈവേഴ്സ് യൂണിയൻ്റെ മുനിസിപ്പൽ കമ്മിറ്റി ഓട്ടോറിക്ഷയിൽ തന്നെ ഓട്ടോറിക്ഷ ഇന്നത്തെ ഓട്ടോ യാത്ര അതിൽ കിട്ടുന്ന സംഖ്യ അത് ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനം എടുത്തിരിക്കുന്നു. വയനാട് ദുരന്തത്തിൽ സന്നദ്ധ പ്രവർത്തനം നടത്തിയ യൂണിയൻ അനങ്ങനടി പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ജമാൽ നാസറിനെ പരിപാടിയിൽ ആദരിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് TK അബ്ദുൽ ലത്തീഫ് അധ്യക്ഷനായി. സെക്രട്ടറി PT സുരേഷ് ബാബു, ലോക്കൽ സെക്രട്ടറി IMA റസാഖ്, ഡിവിഷൻ പ്രസിഡന്റ് ജോൺസൺ ജേക്കബ്, സെക്രട്ടറി PA രാമൻകുട്ടി തുടങ്ങിയവരും സംസാരിച്ചു. DYFI സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്ത റീബിൽഡ് വയനാട് ക്യാമ്പയിനിലേക്ക് ധനസമാഹരണത്തിനായി പായസ ചാലഞ്ച് സംഘടിപ്പിച്ച് DYFI അലനല്ലൂർ മേഖലാ കമ്മിറ്റി. 600-ലധികം പേർ ഓർഡർ സ്വീകരിച്ചു. എല്ലാവർക്കും പായസം വീട്ടിലെത്തിച്ചു നൽകി. DYFI സംസ്ഥാന കമ്മിറ്റി റീബിൽഡ് വയനാട് ക്യാമ്പയിനിലൂടെ 25 വീടുകൾ വെച്ചു നൽകുന്നതിലേക്കുള്ള ധനസമാഹരണത്തിനായാണ് DYFI അലനല്ലൂർ മേഖലാ കമ്മിറ്റി ശനിയാഴ്ച പായസ ചലഞ്ച് സംഘടിപ്പിച്ചത്. നേരിട്ടും സോഷ്യൽ മീഡിയ വഴിയും 600-ലധികം പേർ ഓർഡർ സ്വീകരിച്ചു. 1 ലിറ്റർ പായസത്തിന് 300 രൂപയാണ് ഈടാക്കിയത്. പായസം പ്രവർത്തകർ വീട്ടിലെത്തിച്ചു നൽകി. എല്ലാ വിഭാഗം ആളുകളുടെയും വലിയ സഹകരണം ഉണ്ടായെന്നും CPM ഏരിയ കമ്മിറ്റി അംഗം P മുസ്തഫ പറഞ്ഞു. അലനല്ലൂരിൽ പായസ ചലഞ്ചും അതുപോലെ പാഴ്വസ്തുക്കൾ ശേഖരിച്ചുകൊണ്ടുള്ള സാമ്പത്തിക സമാഹരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒരു വലിയ
മുന്നേറ്റം എന്ന് പറഞ്ഞാൽ അത് ആളുകൾ ഏറ്റെടുത്ത് വളരെ നല്ല രൂപത്തിൽ വിജയിപ്പിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലാണുള്ളത്. നല്ല രൂപത്തിൽ ആളുകളുടെ സഹകരണം ഉണ്ട്. വിതരണോദ്ഘാടനം പി മുസ്തഫ നിർവഹിച്ചു. ലാഭവിഹിതം മുഴുവനായും പദ്ധതിയിലേക്ക് നൽകുമെന്ന് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം കെ റീജിത്ത് പറഞ്ഞു. ഇതിലേക്കായിട്ട് നമുക്ക് പല ആളുകളും സ്പോൺസറായിട്ട് പല സാധനങ്ങളും ഇതിലേക്ക് തന്നിട്ടുണ്ട്. ഈ ഒരു ഫണ്ട് ഇതിന് കിട്ടുന്ന ലാഭവിഹിതമായിട്ടുള്ള ഫണ്ട് നമ്മൾ ഡിവൈഎഫ്ഐ നിർമ്മിച്ച് നൽകുന്ന ഈ വീടുകൾക്ക് വേണ്ടി വിനിയോഗിക്കാനാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി ട്രഷറർ റംഷീഖ് മാമ്പറ്റ, മേഖലാ സെക്രട്ടറി കെ ഷിഹാബ്, പ്രസിഡന്റ് ടി അൻഷാദ്, ട്രഷറർ ഗോകുൽ കാര തുടങ്ങിയവർ പ്രവർത്തനത്തിന് നേതൃത്വം നൽകി. NK ഹബുഹാജി അദ്ദേഹത്തിന്റെ ഉടമസ്ഥയിലുള്ള NK ഓഡിറ്റോറിയം പായസ ചലഞ്ചിനായി സൗജന്യമായി നൽകി. പായസ ചലഞ്ച് കൂടാതെ സ്ക്രാപ്പ് കളക്ഷനും മേഖലാ കമ്മിറ്റി കീഴിൽ നടന്നു വരുന്നുണ്ട്. റീബിൽഡ് വയനാട് ക്യാമ്പയിന്റെ ഭാഗമായി ഡിവൈഎഫ്ഐ കടമ്പടിപ്പുറം മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച പച്ചക്കറി കിറ്റ് ചാലഞ്ച് ആരംഭിച്ചു. 1/2 കിലോ വെച്ച് 8 തരം പച്ചക്കറികളാണ് കിറ്റിൽ ഉണ്ടായിരുന്നത്. സൂരജ്, മിനി, ഗോപകുമാർ, സ്റ്റെനിക്കുട്ടൻ, S വിഷ്ണു, C ശരത്, TS സന്ദീപ്, ജാഫർ അലി തുടങ്ങിയവർ നേതൃത്വം നൽകി. 2 ദിവസങ്ങളിലായാണ് പച്ചക്കറി കിറ്റ് ചാലഞ്ച് നടത്തുന്നത്. നമ്മുടെ കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തമായി മാറിയ ആ പ്രദേശത്തെ നിരവധി ആളുകൾക്കാണ് വീടുകളും അതുപോലെ തന്നെ ജീവനുമെല്ലാം നഷ്ടപ്പെട്ടു. ഇതിൻ്റെ ആദ്യഘട്ടത്തിൽ തന്നെ ഡിവൈഎഫ്ഐ വീടുകൾ നിർമ്മിച്ചു കൊടുക്കുമെന്നുള്ള ഉറപ്പ് കേരള സർക്കാരിനും അതുപോലെ തന്നെ ആ പ്രദേശത്തെ ആളുകൾക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി കേവലം ഒരു പ്രഖ്യാപനം മാത്രമല്ല, അതിൻ്റെ തുടർ പ്രവർത്തനം എന്നുള്ള രീതിയിൽ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി ഡിവൈഎഫ്ഐ കേരളത്തിലെ മുഴുവൻ യൂണിറ്റ് കമ്മിറ്റികളിലും സ്ക്രാപ്പ് ചലഞ്ച് നടത്തി അതിൽ നിന്ന് കിട്ടുന്ന തുകയും അതുപോലെ തന്നെ ഇത്തരത്തിൽ വ്യത്യസ്തങ്ങളായ ചലഞ്ചുകൾ സംഘടിപ്പിച്ച് നേരിട്ട് ജനങ്ങളിൽ നിന്ന് പൈസയായി കളക്ട് ചെയ്യാതെ ഇത്തരത്തിൽ ചലഞ്ചുകളിലൂടെയും അതുപോലെ തന്നെ ആഘോഷങ്ങളുടെ നീക്കിയിരിപ്പുമെല്ലാം സമാഹരിച്ച് ഒരു തുക മുഖ്യമന്ത്രിക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു ഇടപെടലിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഡിവൈഎഫ്ഐ കടമ്പളിപ്പുറം മേഖലാ കമ്മിറ്റി ഇന്ന് ഇത്തരത്തിലൊരു പച്ചക്കറി ചലഞ്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. +2 തുല്യതാ പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ അലനല്ലൂർ പഞ്ചായത്ത് ഉപാധ്യക്ഷ ആയിഷ ബി ആറാട്ടുതൊടിയെ അലനല്ലൂർ കണ്ണംകുണ്ട് റോഡ് വ്യാപാരി കൂട്ടായ്മ ആദരിച്ചു. അരമന വേണുഗോപൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പി നൌഷാദ് അധ്യക്ഷനായി. അൻസാർ ബാബു മൂത്തേടത്ത്, C സുരേഷ് കുമാർ, പി നാസർ, പി മനോജ്, കെ ബാലചന്ദ്രൻ തുടങ്ങിയവർ പങ്കെടുത്തു. മണ്ണാർക്കാട് കുമരമ്പത്തൂർ പഞ്ചായത്തിലെ സർക്കാർ മൃഗാശുപത്രി കെട്ടിടത്തിന്റെ ദുരവസ്ഥയ്ക്ക് പരിഹാരമാകുന്നു. കെട്ടിടവും പരിസരവും MES കോളേജിലെ വോളണ്ടിയർമാർ വൃത്തിയാക്കി. കെട്ടിടത്തിന്റെ നവീകരണത്തിന് 3 ലക്ഷം രൂപ അനുവദിച്ചതായി പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. 2.5 പതിറ്റാണ്ട് പഴക്കമുള്ള കെട്ടിടത്തിന്റെ അപകടാവസ്ഥ കഴിഞ്ഞ ദിവസം മലബാർ സിറ്റി ന്യൂസ് വാർത്തയാക്കിയിരുന്നു. കെട്ടിടം ചോർന്നൊലിച്ചും മേൽക്കൂരയ്ക്ക് മുകളിൽ ചപ്പുചവറുകൾ അടിഞ്ഞും അപകടാവസ്ഥയിലായിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് NSS വളണ്ടിയർമാർ കെട്ടിടം വൃത്തിയാക്കാൻ സന്നദ്ധത അറിയിച്ചത്. 50ഓളം വളണ്ടിയർമാർ കെട്ടിടവും പരിസരവും വൃത്തിയാക്കി. പഞ്ചായത്ത് പ്രസിഡന്റ് രാജൻ ആമ്പാടത്ത് ഉദ്ഘാടനം ചെയ്തു. ഇത്തരമൊരു സേവനത്തിന് സന്നദ്ധരായ NSSന്റെ പ്രവൃത്തി അഭിനന്ദനാർഹമാണെന്ന് രാജൻ പറഞ്ഞു. നമ്മുടെ സർക്കാർ സ്ഥാപനങ്ങളെല്ലാം തന്നെ നീറ്റായും ക്ലീനായും നിൽക്കണമെന്നുള്ള എല്ലാവരുടെയും ആഗ്രഹത്തിൻ്റെ ഫലമായിട്ടാണ് വളരെ ശോചനീയാവസ്ഥയിൽ കിടക്കുന്ന ഈ ഒരു സ്ഥാപനം മൃഗാശുപത്രി നമ്മുടെ പഞ്ചായത്തിലെ തന്നെ നല്ലൊരു സ്ഥാപനം, പൊതു സ്ഥാപനം എന്ന നിലയ്ക്ക് ഇന്ന് ഇവിടെ അതിൻ്റെ ക്ലീൻ എന്ന പരിപാടി ഇവിടെ നടപ്പാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ MESലെ NSS യൂണിറ്റ് കുമരമ്പത്തൂർ ഗ്രാമപഞ്ചായത്തിന് എല്ലാ പ്രവർത്തനങ്ങൾക്കും സഹകരിച്ചിട്ടുണ്ട്. ഇപ്രാവശ്യവും ഇതുമായി ബന്ധപ്പെട്ട മാഷന്മാരെ വിളിച്ചു പറഞ്ഞപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പ്രവർത്തനത്തിൽ അവർ വന്നിട്ടുള്ളത്. പഞ്ചായത്ത് അംഗം അജിത്ത്, NSS പ്രോഗ്രാം ഓഫീസർമാരായ K ഷെരീഫ്, ഫാത്തിമത്ത് ഷബാന, ഡോക്ടർ നയൻതാര എന്നിവർ പ്രസംഗിച്ചു. ചുണ്ടമ്പറ്റ കൊടിക്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ലക്ഷാർച്ചനയും രാമായണ പാരായണവും ആരംഭിച്ചു. തന്ത്രി അഴകത്ത് പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് ലക്ഷാർച്ചന നടക്കുന്നത്. വിശേഷാൽ പൂജകൾ, പ്രസാദകൂട്ട്, കലശമെഴുന്നള്ളിപ്പ്, കലശമാടൽ എന്നിവയും ഈ ദിവസം നടക്കുന്നുണ്ട്. അമ്പലപ്പാറ മേലൂർ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ ഗജപൂജയും ആനയൂട്ടും നടന്നു. രാവിലെ 5 മണിക്ക് ക്ഷേത്രം തന്ത്രി പനാവൂർ പരമേശ്വരൻ നമ്പൂതിരിപ്പാടിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെയാണ് പരിപാടികൾക്ക് തുടക്കമായത്. തുടർന്ന് 8 മണിക്ക് ഗജപൂജയും ആനയൂട്ടും നടന്നു. നിരവധി ഭക്തജനങ്ങൾ സന്നിഹിതരായിരുന്നു.
പൂക്കോട്ടുകാളികാവ് ഭഗവതി ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം, ലക്ഷാർച്ചന, പൂമൂടൽ, മേളം, ആനയൂട്ട്, പ്രസാദൂട്ട് എന്നിവ നടന്നു. ക്ഷേത്രം തന്ത്രി അണ്ടലാടി മനക്കൽ ഉണ്ണി നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. പ്രത്യക്ഷ ഗണപതിയായ മംഗലാംകുന്ന് ഗണേശനോടൊപ്പം മാവേലിക്കര ഗണപതിയും ആനയൂട്ടിൽ പങ്കെടുത്തു. നിരവധി ഭക്തജനങ്ങളാണ് ക്ഷേത്രത്തിലെത്തിയത്. നെല്ലായ മഹാദേവ ക്ഷേത്രത്തിൽ അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമവും ഗജപൂജയും ആനയൂട്ടും നടന്നു. ക്ഷേത്രം നവീകരണ കമ്മിറ്റിയുടെയും ട്രസ്റ്റി ബോർഡിൻ്റെയും നേതൃത്വത്തിലാണ് ആനയൂട്ട് നടത്തിയത്. നിരവധി പേർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ആദ്യമായാണ് ക്ഷേത്രത്തിൽ ആനയൂട്ട് നടത്തിയത്. കർക്കിടക പ്രസാദ കഞ്ഞിയും ഒരുക്കിയിരുന്നു. ഒരു ഇടവേള കൂടി. വാർത്തകൾ തുടരുന്നു. ഈസ്റ്റ് ഒറ്റപ്പാലം സുബത്തുൽ ഇസ്ലാം ജമാഅത്ത് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കിഡ്നി രോഗ നിർണയം മെഡിക്കൽ ക്യാമ്പും അഭയം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനവും നടന്നു. ഡോക്ടർ അബ്ദുൽ സത്താർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. ഈസ്റ്റ് ഒറ്റപ്പാലം സുബാത്തുൽ ഇസ്ലാം ജമാഅത്ത് മഹൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് കിഡ്നി രോഗനിർണയം മെഡിക്കൽ ക്യാമ്പും അഭയം പാലിയേറ്റീവ് കെയർ യൂണിറ്റ് ഉദ്ഘാടനവും നടന്നത്. മലപ്പുറം കൊണ്ടോട്ടി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ശാബ്ദങ്ങൾ ഡയാലിസിസ് സെന്ററുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. കിടപ്പിലായ രോഗികൾക്ക് ആവശ്യമായ പരിചരണവും മറ്റു സന്നദ്ധ പ്രവർത്തനങ്ങളും ലക്ഷ്യമാക്കിയാണ് പാലിയേറ്റീവ് കെയർ യൂണിറ്റ് രൂപീകരിച്ചിരിക്കുന്നത്. ഡോക്ടർ അബ്ദുൽ സത്താർ ഉദ്ഘാടനം ചെയ്തു. മഹൽ പ്രസിഡന്റ് VP അഷ്റഫ് അധ്യക്ഷനായി. സെക്രട്ടറി PMA ജലീൽ പ്രഭാഷണം നടത്തി. നമ്മുടെ മഹലിൽ മാത്രം 72 ആളുകൾ ഒറ്റപ്പെട്ട് ജീവിക്കുകയാണ്. വൃദ്ധസദനത്തിലേക്ക് പോകാൻ അല്ലെങ്കിൽ മറ്റു പകൽ വീട്ടിലേക്ക് പോകാൻ കാത്തിരിക്കുന്ന 72 പേരാണ്. ഞങ്ങൾ വെറുതെ എടുത്ത ഒരു കണക്കല്ല. ഈ മഹല്ല് കമ്മിറ്റിയും അതിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന മറ്റു കമ്മിറ്റികളൊക്കെ നല്ല സാഹസത്തോടു കൂടി എടുത്ത കണക്കിന്റെ അടിസ്ഥാനമാണ് ഞാനിവിടെ പറഞ്ഞത്. മഹൽ ഖത്തീബ് നാസർ ഹുദവി, ഷിഹാബുദ്ദീൻ കമാൽ, റാഷിദ്, KP ബാവ, മൊയ്തുകുട്ടി തുടങ്ങിയവരും പങ്കെടുത്തു. 500-ൽ അധികം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ കാരക്കാട് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് സ്ഥാപക ദിനവും കിറ്റുരിയ ദിനവും നടത്തി. വയനാട് ദുരന്തത്തിൽ മരണമടഞ്ഞവർക്ക് അനുശോചനവും ബാലഗോപാലൻ മാസ്റ്റർ അനുസ്മരണവും നടത്തി. ജില്ലാ സെക്രട്ടറി T സീന പതാക ഉയർത്തി. ജില്ലാ കമ്മിറ്റി അംഗം സ്വജിത് കുമാർ, യൂത്ത് കോൺഗ്രസ് ഷൊർണൂർ മണ്ഡലം വൈസ് പ്രസിഡന്റ് രാജിമോൾ, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ജയപ്രകാശ്, രാജൻ, കൃഷ്ണകുമാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഷൊർണൂർ കവളപ്പാറ കാരക്കാട് സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ഷഷ്ടി ആഘോഷിച്ചു. തന്ത്രി തീയന്നൂർ ശങ്കരനാരായണനുണ്ണി നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ പ്രത്യേക പൂജകളും രാവിലെ കാരക്കാട് നാരായണീയ സമിതിയുടെ നാരായണീയ പാരായണവും ഉണ്ടായിരുന്നു. പാലഭിഷേകം, ഗണപതി ഹോമം, പഞ്ചാമൃതം, വെള്ളനിവേദ്യം, ഷഷ്ടി വഴിപാട് എന്നിവയും ഉച്ചയ്ക്ക് ഷഷ്ടി ഊട്ടും വൈകുന്നേരം നിറമാലയും നടന്നു. വാണിജ്യ വാർത്തകൾ. സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ, റീറ്റെയിൽ വിപണന രംഗത്ത് 10 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി KVR ട്രേഡേഴ്സിൻ്റെ ഏറ്റവും പുതിയ ഷോറൂം അലനല്ലൂർ പാലക്കഴിയിൽ പ്രവർത്തനം ആരംഭിച്ചു. N ഷംസുദ്ദീൻ MLA ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. നിർമ്മാണ മേഖലയിലെ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെ ഹോൾസെയിൽ, റീറ്റെയിൽ വ്യാപാര രംഗത്ത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള KVR ട്രേഡേഴ്സിൻ്റെ ഏറ്റവും പുതിയ റീറ്റെയിൽ ഷോറൂമാണ് അലനല്ലൂർ പാലക്കാഴിയിൽ പ്രവർത്തനം ആരംഭിച്ചത്. N ഷംസുദ്ദീൻ MLA ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചു. PKS തങ്ങൾ വട്ടമ്പലം പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. ഏതൊരു വ്യാപാര സ്ഥാപനത്തിൻ്റെയും വിജയം എന്ന് പറയുന്നത് ജനങ്ങളുമായി, ഉപഭോക്താക്കളുമായുള്ള നല്ല ബന്ധവും അവർക്ക് നൽകുന്ന നല്ല സേവനവുമാണ്. അങ്ങനെ ജനവിശ്വാസം ആർജിച്ച സ്ഥാപനങ്ങൾക്ക് ഏത് പ്രതിസന്ധിയെയും തൃണവൽഗണിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. ഇവിടെ റസാഖിനും മറ്റു സ്നേഹിതന്മാർക്കും അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നല്ല സേവനം നൽകി അവർ ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നവരാണ്. ഈ ഔട്ട്ലെറ്റുകൾ
നല്ല രീതിയിൽ മുന്നേറട്ടെ. അതിന് സർവശക്തനായ തമ്പുരാൻ അവരെ അനുഗ്രഹിക്കട്ടെ. എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും നേരുകയാണ്. നിർമ്മാണ മേഖലയിലേക്ക് ആവശ്യമായ എല്ലാവിധ സ്റ്റീൽ ഉൽപ്പന്നങ്ങളുടെയും വിപുലമായ ശേഖരം ഒരുക്കിക്കൊണ്ടാണ് നഗരത്തിരക്കിൽ നിന്നും മാറി വിശാലമായ ഷോറൂമിൽ KVR ട്രേഡേഴ്സ് പ്രവർത്തനം ആരംഭിച്ചത്. സ്റ്റീൽ വ്യാപാര രംഗത്ത് തങ്ങളുടേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച KVR ട്രേഡേഴ്സിൽ സ്റ്റീൽ വിപണന രംഗത്തെ പ്രമുഖ ബ്രാൻഡുകളായ APL അപ്പോളോ, IM സ്റ്റീൽസ് പൈപ്പുകൾ, ടാറ്റ, ഓക്സി, ജിന്ദാൾ, JSW തുടങ്ങി പ്രമുഖ ബ്രാൻഡുകളുടെ റൂഫിംഗ് ഷീറ്റ് ഉൽപ്പന്നങ്ങളും കൂടാതെ വിസാക് TMT, കള്ളിയത്ത് TMT, അപ്പോളോ TMT തുടങ്ങിയ ബ്രാൻഡുകളുടെ വർക്ക കമ്പികളും മിതമായ നിരക്കിൽ ലഭ്യമാണ്. സ്റ്റീൽ മേഖലയിൽ ഹോൾസെയിൽ ഡീലേഴ്സ് ആയതിനാൽ തന്നെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മിതമായ നിരക്കിൽ ഉൽപ്പന്നങ്ങൾ ലഭ്യമാക്കാൻ സാധിക്കുന്ന മണ്ണാർക്കാട്ടെ ഏക സ്ഥാപനമാണ് KVR ട്രേഡേഴ്സ് എന്ന് മാനേജിംഗ് പാർട്ണർമാരായ റസാഖ് KVയും മറ്റ് പാർട്ണർമാരായ ജലീൽ KV, അബൂബക്കർ K എന്നിവരും അറിയിച്ചു. KVR ട്രേഡേഴ്സിൻ്റെ പുതിയൊരു ബ്രാഞ്ച് ഇന്ന് അലനല്ലൂർ ഓപ്പൺ ആയിട്ട് ഇരിക്കുകയാണ്. അലനല്ലൂർ പാലക്കായിൽ നമ്മൾ 10 വർഷമായി ഈ ബിസിനസ് മേഖലയിലുള്ളത്. എന്നുവെച്ചാൽ നമ്മളിവിടെ ചെയ്യുന്നത് റൂഫിംഗ് ഷീറ്റുകൾ, അതുമാതിരി TMT സിമെൻറ്റ്, ആംഗ്ലർ പട്ട, അതുമാതിരി തന്നെ അപ്പോളോൻ്റെ ട്യൂബ്, ഇൻഫ്രാമെറ്റിൻ്റെ ട്യൂബ്, ഇതൊക്കെ ഇതിൻ്റെ ഒരു ഹോൾസെയിൽ ഡീലറും കൂടിയാണ് KVR ട്രേഡേഴ്സ്. വട്ടമ്പലത്തും കോട്ടപ്പുറത്തായിട്ട് കുറേ നാളായി ഇത് പുതിയതായിട്ട് ബ്രാഞ്ച് ഓപ്പൺ ആയിട്ടുള്ളൂ. നമ്മൾ കുറേ ഈ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട്, അതുപോലെ തന്നെ എറണാകുളം ഭാഗം വരെ, തൃശ്ശൂർ, എറണാകുളം ഭാഗങ്ങളിലൊക്കെ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഒരു ഹോൾസെയിൽ ഡീലർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ റീറ്റെയിൽ മിതമായ റേറ്റിന് കൊടുക്കാൻ കഴിയും. അതാണ് ഞങ്ങളെ ഒരു വിജയം. ആളുകൾക്ക് നമുക്ക് ഇവിടെ നല്ല കസ്റ്റമർ ഉണ്ട്. അപ്പോൾ അത് നല്ല റേറ്റിന് കൊടുക്കാൻ കഴിയുന്നതുകൊണ്ടാണ് നല്ലൊരു വിജയത്തിലേക്ക് എത്താൻ കഴിയുന്നത്. അതുകൊണ്ടാണ് പുതിയൊരു സംരംഭം കൂടി തുടങ്ങാനുള്ള പ്ലാൻ ഉണ്ടായത്. പിന്നെ ഇവിടെ ചെയ്യുന്ന സാധനങ്ങൾ പറഞ്ഞാൽ ഇപ്പോൾ കള്ളിയത്ത് TMT 550D ആണ് സാധനം. അതുപോലെ തന്നെ വൈശാഖ് TMT, അപ്പോളോൻ്റെ സ്റ്റീൽ ട്യൂബ് ISL സാധനമാണ്. ഇപ്പോൾ നിലവിൽ GP ട്യൂബിൽ നല്ല ട്യൂബ് അപ്പോളോ, ഇൻഫ്രാമെറ്റ് ഇത് മാത്രമാണ് ഉള്ളത്. അത് രണ്ടും ഇതിൻ്റെ നമ്മളതിൻ്റെ ഓൾ കേരള ഡീലറാണ്. എവിടെ വേണമെങ്കിൽ നമുക്ക് സപ്ലൈ ചെയ്യാം. അതുപോലെ തന്നെ ഈ റൂഫിംഗ് ഷീറ്റ് ജിന്ദാൾ, ടാറ്റ, ഓക്സി റൂഫൊക്കെ പറഞ്ഞാൽ 10 വർഷം ഗ്യാരണ്ടി ഉള്ള ഷീറ്റാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ മണ്ണാർക്കാട് ഏരിയയിൽ വേറെ ഡീലറൊന്നുമില്ല. അപ്പോൾ അതിൻ്റെ ഒരു ഡീലറാണ്. അതുമാതിരി തന്നെ ഇപ്പോൾ മറ്റ് പല റൂഫിംഗ് ഷീറ്റുകളും നമുക്ക് കയ്യിലുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന നല്ല ക്വാളിറ്റിയുള്ള സാധനങ്ങൾ ഇന്ന് മാർക്കറ്റിൽ ഉള്ളത് വെച്ചിട്ട് നല്ല സ്റ്റോക്ക് ചെയ്ത് വിൽക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട്. വില കമ്മിയായിട്ട് നമ്മൾ അതുമാതിരി തന്നെ പരമാവധി റേറ്റ് കുറച്ചിട്ട് ചെറിയൊരു മാർജിൻ എടുത്തിട്ട് കച്ചവടം ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു മേഖലയിൽ ഇത്രയും ബിസിനസ് ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ അത്യാവശ്യം ഒരു 250 കോടി ടേൺ ഓവർ ബിസിനസ് നടക്കുന്ന സ്ഥാപനമാണ്. നമ്മൾ 8-10 ലോറികൾ സപ്ലൈ ചെയ്യാനുണ്ട്. നമുക്ക് കുറേ കടകൾക്ക് ആംഗ്ലർ, പട്ട, അതുമാതിരി ട്യൂബ്, അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ സപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ഹോൾസെയിൽ ഡീലറും കൂടിയാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. ജീവനെടുത്ത് വീണ്ടും റോഡിലെ കുഴികൾ. പട്ടാമ്പിയിൽ റോഡിലെ കുഴിയിൽ വീണ് ബൈക്ക് യാത്രക്കാരൻ ബസ്സിനടിയിൽപ്പെട്ട് മരിച്ചു. പരുതൂർ സ്വദേശി സജീഷാണ് മരിച്ചത്. ചെറുപ്പശ്ശേരി ടൗണിലും സ്ഥിതി സമാനം. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡിൽ യാത്ര ഭയാനകം. മണ്ണാർക്കാട്ടെ AIYF നേതാവ് ഷാഹിനയുടെ മരണം. ആരോപണ വിധേയനായ രാഷ്ട്രീയ നേതാവിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കുടുംബം പോലീസ് സ്റ്റേഷന് മുന്നിൽ ധർണ നടത്തി. ഏതന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നതായി CPI മണ്ഡലം സെക്രട്ടറി. പട്ടാമ്പിയിലെ പാർക്കിംഗുമായി ബന്ധപ്പെട്ട പോലീസ് നടപടിക്കെതിരെ വ്യാപാരികൾ സമരത്തിലേക്ക്.
തിങ്കളാഴ്ച കടകൾ അടച്ചു പ്രതിഷേധിക്കുമെന്ന് സംയുക്ത വ്യാപാരി കൂട്ടായ്മ. പോലീസ് നടപടി കൂടിയാലോചനകൾ നടത്താതെയെന്ന വ്യാപാരികൾ. ഒറ്റപ്പാലം ബസ് സ്റ്റാൻഡിലെ പഴയ കെട്ടിടം പൊളിക്കും. അപകടാവസ്ഥയിലെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് കെട്ടിടം പൊളിക്കുന്നത്. തീരുമാനമെടുത്ത് കൗൺസിൽ യോഗം. മയക്കുമരുന്നുമായി 3 അംഗ സംഘം കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ. കാറിലും ബൈക്കിലുമായി എത്തിയ സംഘമാണ് പിടിയിലായത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.